ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടി കിടന്നോളൂ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് ശരിക്കും പേടിച്ചു പോയി മഹേട്ട. ഡോക്ടർ വന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞെങ്കിലും കണ്ണു തുറന്ന് മഹേട്ടൻ ഇപ്പൊ സംസാരിക്കുന്നത് വരെ എന്റെ നെഞ്ചില് തീയായിരുന്നു. ഗംഗയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവള് മുറിയിലുണ്ട് മോനെ. ഗംഗയ്ക്ക് എന്താ പറ്റിയത്? എന്നെ രക്ഷിക്കാൻ ഗംഗ വിഷം വലിച്ചു തുപ്പിക്കളയുന്നതും തളർന്നു വീഴുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. ഗംഗയ്ക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നോ? ഇല്ല, അവൾക്കൊരു കുഴപ്പമില്ല. ആ സമയത്തെ ടെൻഷൻ കാരണം തളർന്നു വീണതാന്നാ പറഞ്ഞത്. കുറച്ചു നേരം വിശ്രമിക്കുമ്പോ ശരിയാവൂന്നാ ഡോക്ടർ പറഞ്ഞത്. എനിക്ക് ഗംഗയൊന്ന് കാണണം. എന്തിനാ മഹി നീ ഇപ്പൊ എഴുന്നേറ്റ് പോകുന്നേ? ഗംഗയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവള് വിശ്രമിക്കട്ടെ. വിഷം തീണ്ടിയത് നിന്നെയാ. നീ നന്നായി റെസ്റ്റ് എടുക്കണോന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഗംഗയാ. എന്നെ രക്ഷിക്കുന്നതിനിടയിൽ അവൾക്ക് വയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ശ്രദ്ധിക്കണ്ടേ? അവൾക്കങ്ങനെ വയ്യായികയൊന്നും ഇല്ല മഹേട്ട. മഹേട്ടനെ രക്ഷിക്കാൻ അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. എല്ലാവരും വരുന്നു കണ്ടപ്പോ വയ്യാതങ്ങ് വീണതാ. ഡോക്ടർ വന്നപ്പോ അത് പറഞ്ഞിരുന്നു. എന്നെ കടിച്ചത് ഉഗ്രവിഷമുള്ള പാമ്പ. അവളുടെ ഡ്രസ്സ് കീറി മുറുകെ കെട്ടി എന്റെ രക്തയോട്ടം നിർത്തി. അത് കഴിഞ്ഞ് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ എന്നെ വിഷം വലിച്ച് തുപ്പിക്കളഞ്ഞു. അതിനെയാണോ എങ്ങ എന്തൊക്കെയോ കാട്ടിക്കുട്ടിയതാണെന്ന് ശ്രേയ പറയുന്നത്? ഞാൻ ഗംഗയൊന്ന് കണ്ടിട്ട് വരാം. മോനെ, മഹി പറഞ്ഞത് ശരിയാ. ഗംഗയാ അവന്റെ ജീവൻ രക്ഷിച്ചത്. അവനെ തടയാൻ നമുക്ക് പറ്റില്ല. എന്താ ശ്രീ മഹേശ്വര ഗംഗ എഴുന്നേക്കാത്തത്? എന്താ ഗംഗ എന്നോടൊന്നും മിണ്ടാത്തത്? ഞാൻ ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിച്ചല്ലേ. എന്താ എന്റെ പ്രാർത്ഥന മാത്രം കേൾക്കാത്തത്? മാളു, അച്ഛാ, അച്ഛാ ഗംഗ ഗംഗേ,
ഗംഗ കിടന്നോളൂ. സാരില്ല. മഹേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഗംഗ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ ശ്രീ മഹേശ്വര, നീ കാത്തു. ഗംഗ പറഞ്ഞ ശരിയാച്ചാ. ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിക്കുന്നതെല്ലാം ഭഗവാൻ നടത്തി തരും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് സുഖാവണേന്ന് ഞാൻ ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിച്ചു. ഭഗവാനാ നിങ്ങളെ രക്ഷിച്ചത്. ഗംഗേ, നീ എന്തിനാ നിന്റെ ജീവൻ പണയം വെച്ച് എന്നെ രക്ഷിച്ചത്? എന്റെ ഈ ജീവൻ മഹേട്ടനുള്ളതാ. ഈ ജീവിതം എനിക്ക് മഹേട്ടൻ തന്നതാ. മഹേട്ടന് വേണ്ടി മരിക്കേണ്ടി വന്നാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇല്ല ഗംഗേ, ഒരു മരണത്തിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. നീ എന്നും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. അതെ മഹേട്ട, എന്റെ ആഗ്രഹവും എന്നും ഈ മാളൂട്ടിയുടെയും മഹേട്ടന്റെ ഒപ്പം ഉണ്ടാവണമെന്ന് തന്നെയാ. മോളെ, നീ എണീറ്റോ? മുത്തശ്ശി ആകെ പേടിച്ചു പോയി. എന്റെ ഭഗവാനെ, എന്റെ മോള് എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് ഞാൻ ഇത്രയും നാളും വളർത്തിക്കൊണ്ടു വന്നത്. നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമാ ഉള്ളത്? ഗംഗയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ ആകെ പേടിച്ചുപോയി. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ആദ്യമായ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതും അവളെ ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടണമെന്ന് വിചാരിക്കുന്നതും. എന്നിട്ട് ഗംഗയ്ക്ക് പെട്ടെന്നിങ്ങനെ വയ്യാതായപ്പോ എന്റെ മനസ്സും ശരീരവും എല്ലാം ആകെ തളർന്നുപോയി. നിങ്ങൾ സംസാരിക്കേ, ഞാൻ മുറിയിലേക്ക് പോട്ടെ. നിന്റെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടാ പോലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഗംഗ വയ്യാതെ ഉറങ്ങിയത് കൊണ്ടാ ഞാനിവിടെ വന്ന് ഇരിക്കാതിരുന്നത്. നന്നായി ക്ഷീണം മാറി എഴുന്നേക്കട്ടെ എന്ന് കരുതി. ഇനി നിന്റെ അടുത്തുനിന്ന് ഞാൻ മാറില്ല. പാവം നകുൽ, നിനക്ക് വയ്യാതായപ്പോ മോനാകെ പതറിപ്പോയി.
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീയും നിന്റെ മോളുവാ ഗംഗയുടെ ലോകം. അതാ അവളുടെ സന്തോഷം. അച്ഛാ, ഇതെന്താ മോളെ കഞ്ഞി? അതെ, ഇത് ഗംഗയ്ക്കുള്ളതാ. പിന്നെന്താ മോളിത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത് അച്ഛൻ ഗംഗയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം. അച്ഛന്റെ ജീവൻ രക്ഷിച്ചത് ഗംഗയല്ലേ? അപ്പൊ ഗംഗയെ നോക്കേണ്ടത് അച്ഛന്റെ കടമയല്ലേ? വാ, നമുക്ക് ഗംഗയുടെ അടുത്തേക്ക് പോവാം. വാ അച്ഛാ. വരാം. കഴിക്കങ്ങ കഴിക്കടോ. ആ വയറന്നേ കഴിക്കങ്ങേ. ആ വേണ്ട, ഞാൻ തനിയെ കഴിച്ചോളാം. ഞാനിങ്ങനെ എടുത്തു തരാം, ഗംഗ കഴിച്ചോളൂ. വേണ്ട, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അത് സാരമില്ല. ഗംഗ കെയർ ചെയ്യാനായിട്ട് ഗംഗയ്ക്ക് എന്തെങ്കിലും വയ്യായ്മ വേണമെന്നൊന്നുമില്ല. ഐ എം ഓൾവേസ് അറ്റ് യുവർ സർവീസ്. നകുൽ സ്നേഹത്തോടെ തരുന്നതല്ലേ, മോള് കഴിക്ക. അതെ, കഴിക്കങ്ങേ കഴിക്കേ. പിടിച്ചേ മുത്തശ്ശി. എന്താ മോനെ? ഗംഗയ്ക്ക് ഇത്രയും വയ്യാതിരിക്കുന്ന സ്ഥിതിക്ക് ഞാനിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോയാ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഉറങ്ങാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനിവിടെ നിന്നോട്ടെ. വിഷം തീണ്ടിയ ഏത് മരുന്ന് കഴിച്ചാലും നേരത്തോട് നേരം കഴിയാതെ ഒരു തീർപ്പും പറയാൻ പറ്റില്ലെന്നാ കേട്ടിട്ടുള്ളത്. മഹിയാണ് വിഷം തീണ്ടിയതെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ എങ്ങനെയും അത് പകർന്നിട്ടുണ്ടാവാം. അതോർക്കുമ്പോ എനിക്ക് ആകെ ടെൻഷനാണ്. എന്റെ അവസ്ഥ മുത്തശ്ശി മനസ്സിലാക്കണം. മോൻ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഗംഗയെ ഞാനിപ്പോ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശി. ഇനിയുള്ള എന്റെ ജീവിതം തന്നെ ഗംഗയ്ക്ക് വേണ്ടിയാ. അവളെ ഈ അവസ്ഥയിൽ ഇവിടെ ഇട്ടിട്ട് പോവാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. മോൻ ഇന്നിനി പോവണ്ട, ഇവിടെ നിന്നോ. ഞാൻ ദേവയാനോട് സംസാരിക്കാം. താങ്ക് യു മുത്തശ്ശി, താങ്ക് യു സോ മച്ച്.
അച്ഛാ, ഗംഗ അയാള് കല്യാണം കഴിക്കോ അച്ഛാ? അയാള് ഗംഗ നോക്കുന്ന കണ്ടില്ലേ? കന്യൊക്കെ കോരി കൊടുക്കുന്ന കണ്ടില്ലേ? ഇനി ഗംഗ അയാളെ സ്നേഹിക്കോ അച്ഛാ? ഗംഗയുടെ അസുഖം വേഗം മാറിയാ മതിയായിരുന്നു. വേഗം മാറുമോ അച്ഛാ? മാറും. ഗംഗയുടെ ശ്രീ മഹേശ്വരൻ ഗംഗയ്ക്ക് എന്നും നല്ലതേ വരുത്തൂ. അച്ഛൻ ഗംഗയെ കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത്? എന്നിട്ട് ശ്രീ മഹേശ്വരൻ എന്താ അയാളെ ഇവിടെ നിന്ന് ഓടിക്കാത്തത്? ഗംഗയെ അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യവും മോതിരം ഇട്ട കാര്യവും ശ്രീ മഹേശ്വരൻ അറിഞ്ഞു കാണില്ലേ? ഗംഗ പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അച്ഛൻ ഗംഗയെ കല്യാണം കഴിക്കാവോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? അയാൾ എപ്പോഴും ഗംഗയുടെ പുറകെ നടക്കാ. ഗംഗയുടെ ഇഷ്ടം വാങ്ങിയെടുക്കാൻ നോക്കുക. അയാളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണോ അച്ഛാ? പാവം മഹിയേട്ടൻ. എന്റെ മോളുടെ ഈ സങ്കടം ഞാൻ എങ്ങനെ സഹിക്കും? അന്നാകുലിന്റെ കള്ള നാടകം ഇന്നത്തോടെ അവസാനിപ്പിക്കണം. നിങ്ങൾ എന്നെ എപ്പോഴിങ്ങനെ വിളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? നിനക്കങ്ങനെ പറയാം. മുംബൈയിലെ ടീം എത്രയും പെട്ടെന്ന് ആളെ എത്തിക്കണമെന്ന് എന്നെ പ്രഷർ ചെയ്തോണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞ ഉടനെ എത്തിക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം ഒന്ന് സ്പീഡാക്കണം. പിന്നെ ആ കുട്ടി എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടെന്തായി? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, പക്ഷെ ഉറപ്പൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിന്നെ വിശ്വസിക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ്. നീ ആരാ മോനെന്ന് എനിക്കറിയാമല്ലോ. ഈ കുട്ടിയുടെ കാര്യത്തിൽ റിസ്ക് ആണ്. ആവേശം കാണിച്ച ഇതുവരെ പ്ലാൻ ചെയ്തൊക്കെ വെറുതെയാവും. നിങ്ങളൊന്ന് ധൃതി വെക്കാതിരിക്കെ. ഞാൻ വഴിയുണ്ടാക്കുന്ന പറഞ്ഞില്ലേ? നീ ചോദിച്ച പണം 1 രൂപ പോലും ബാർഗെയിൻ ചെയ്യാതെ ഞങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാണ്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാൽ ഉടനെ ഇവിടെ ഉള്ളവര് ആ കുട്ടി എൻ്റെ ഒപ്പം അയക്കൊന്നുമില്ല. എന്നാലും നാളെ ഞാനൊന്ന് ശ്രമിക്കാം. ശ്രമിച്ചാൽ മാത്രം പോരെ, കാര്യം നടക്കണം. ശരി, ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. എന്താ നീ എന്നെ പേടിപ്പിച്ചളഞ്ഞല്ലോ. എന്താ മിണ്ടാതെ വന്ന് പിന്നെ നിൽക്കുന്നേ? നീ ഇങ്ങനെ ഉഴപ്പിയ ശരിയാവില്ല നകുൽ. ആ ഗംഗയുടെ കാര്യത്തില് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവൾ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇപ്പൊ തന്നെ മഹേട്ടിന്റെ ജീവൻ രക്ഷിക്കാൻ അവള് ചെയ്തത് കണ്ടില്ലേ? ഇങ്ങനെ ഓരോന്ന് ചെയ്ത് അവള് മഹേട്ടിന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കും. അതെല്ലാം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഗംഗ ഇവിടുന്ന് ഒഴിവാക്കി തരണം. ഞാനൊരു വാക്ക് തന്ന് ജോലി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്തിരിക്കും. വെറുതെ പറഞ്ഞാ പോരാ, എത്രയും പെട്ടെന്ന് ചെയ്യണം. വിവാഹം കഴിയുന്നത് വരെ നോക്കിയിരുന്നാ ചിലപ്പോ ഒരു പ്ലാനും നടക്കാതെ വരും. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നോ അത്രയും നല്ലത്. ഞാനിപ്പോ ഫോണിൽ സംസാരിച്ച പോലും അതിന്റെ ആൾക്കാരോടാ. എല്ലാം സെറ്റാണ്. ഡോണ്ട് വറി. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? എത്രയും പെട്ടെന്ന് ഗംഗയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി തന്നിരിക്കും. ഒരു കാരണവശാലും ഗംഗ ശ്രേയയുടെ ജീവിതത്തിന് ഒരു ഭീഷണി ഇവിടെ ഉണ്ടാവില്ല. ഉടനെ തന്നെ ഗംഗയെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. പിന്നെ ഈ നാടോ നിങ്ങളോ ആരും അവളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മതി,
അത് മതി.